ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറാക്കിയാലോ? സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഓലൻ. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഓലൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓലൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൻപയറാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം രാത്രിയിൽ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. അടുത്ത ദിവസം രാവിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും കഴുകിയെടുക്കണം. ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അധികം മൂക്കാത്ത കുമ്പളങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 1 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ചധികം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്രഷർ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പ് കുമ്പളങ്ങയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പയർ വേവിച്ച വെള്ളം ഇതിലുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ് കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് കീറിയതാണ് ഞാനിപ്പോൾ ചേർത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ കുമ്പളങ്ങ പാകത്തിന് വെന്ത് വരുമ്പോൾ അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാലും മതി. ഈ വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാവൂ. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് 2ാം പാലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. കുറച്ചുകൂടി ഒന്ന് വറ്റി വന്ന ശേഷം മാത്രമേ 1ാം പാൽ ചേർക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1ാം പാലാണിപ്പോൾ ചേർത്തത്. 1/2 കപ്പ് പാലാണിപ്പോൾ ചേർത്തത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളപ്പിക്കാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സമയം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇന്നത്തെ ഈ സദ്യ സ്പെഷ്യൽ ഓലൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്